ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷഷ്ടിയാണ് 2025 ജൂൺ മാസം 30 എന്തിനാണ് ഷഷ്ടിവ്രതം എടുക്കുന്നത്? സാധാരണയായിട്ട് ഷഷ്ടിവ്രതം എടുക്കുന്നതിനെ പറ്റി എല്ലാവരും പറയുന്നത് കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനമ്മമാർ എടുക്കേണ്ടുന്ന വ്രതം ആയിട്ടാണ് സാധാരണ പറയുന്നത്. സത്യമാണ്. കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയ്ക്കും ഷഷ്ടിവ്രതം എടുത്തു പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അവർക്ക് ഐശ്വര്യം കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമാത്രമല്ല, നിത്യദുരിതത്തിൽ ജീവിക്കുന്ന ആളുകൾ, അതുപോലെ ഇതെൻ്റെ തലയിലെഴുത്താണ് എന്ന് വിചാരിച്ച് ദുഃഖിച്ച് ഇരിക്കുന്ന ആളുകൾ, ഒരിക്കലും ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് കരുതി ഒരുമാതിരി നരകതുല്യമായ ജീവിതം ജീവിച്ചു തീർക്കുന്ന ആളുകൾ, വലിയ വലിയ പ്രശ്നങ്ങളിൽ പെട്ട് വർഷങ്ങളായി കഷ്ടപ്പെടുന്ന ആളുകൾ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവേശ്വരൻ തീർച്ചയായും അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, സ്വാമി ആരാണ്? മഹാജ്യോതിഷിയാണ്. നമ്മുടെ തലയിൽ നമ്മൾ പറയുമല്ലോ, തലയിലെഴുത്ത്, അത് എഴുതി നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ആരാണ്? സ്വാമിയാണ്. അപ്പം അങ്ങനെ നമ്മുടെ തലയിലെഴുത്ത് നിശ്ചയിച്ച് വിട്ടിരിക്കുന്ന സ്വാമിയോടല്ലാതെ നമ്മുടെ തലയിലെഴുത്തുകൊണ്ട് നമ്മൾ ഈ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊക്കെ ഒരു ശമനമുണ്ടാക്കി തരണമെന്ന് നമ്മൾ പിന്നെ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്? അതുകൊണ്ട് തന്നെ മുൻജന്മ ദോഷങ്ങൾ മാറുന്നതിനായിട്ട്, നമ്മുടെ തലയിലെഴുത്ത് ദോഷങ്ങൾ മാറുന്നതിനായിട്ട്, നമ്മൾ ജനിച്ചപ്പം മുതൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറുന്നതിനായിട്ടൊക്കെ തന്നെ സർവേശ്വരനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നെ നിങ്ങൾ ഭക്തിയോടുകൂടി സമർപ്പണത്തോടുകൂടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണം. അക്കാര്യമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് അസുരഗണത്തിൽപ്പെട്ട ആളുകൾ, കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ വേലായുധ സ്വാമിയെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. അതിന് കാരണമെന്ന് പറയുന്നത് സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്, ഭഗവാനെ വളർത്തിയതാരാണ്? കാർത്തികമാരാണ്. അപ്പോൾ കാർത്തികമാരുടെ അടുത്തു നിന്നും സർവേശ്വരനെ പാർവതീദേവി കൊണ്ടുപോകുന്ന ആ സമയത്ത് കാർത്തികമാർക്ക് വലിയ ദുഃഖം, അതായത് മകനെ പിരിഞ്ഞിരിക്കുന്ന ആ ദുഃഖം വരുന്ന സമയത്തായിട്ട് അമ്മമാരോട് ഭഗവാൻ പറയുന്നുണ്ട്, അമ്മമാരെ നിങ്ങൾ വിഷമിക്കണ്ട, കാരണം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ തന്നെയായിരിക്കും ഞാൻ, അതുകൊണ്ട് എനിക്ക് കാർത്തികേയൻ എന്ന നാമം സിദ്ധിക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആരാണോ എല്ലാ മാസവും കാർത്തിക നക്ഷത്ര ദിവസം ആ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത്, അത് അങ്ങനെ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിത്യദുരിതം അനുഭവിക്കുന്ന ആളുകൾ, ഈ തലയിലെഴുത്ത് ദോഷങ്ങളുള്ള ആളുകൾ, അതുപോലെ കടങ്ങൾ, രോഗങ്ങൾ, അതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അതുപോലെ നമുക്കൊരിക്കലും മാറില്ല, ഈ ദുരിതത്തിൽ നിന്നും എൻ്റെ മരണം കൊണ്ട് മാത്രമേ എനിക്ക് ഈ കഷ്ടപ്പാട് മാറുകയുള്ളൂ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ഒന്നുകിൽ ഷഷ്ടിവ്രതം എടുത്ത് പ്രാർത്ഥിക്കുക, അതല്ലെങ്കിൽ എല്ലാ മാസവും കാർത്തിക നക്ഷത്ര ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ തന്നെ വളരെ വളരെ ശ്രേയസ്കരമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു കൊള്ളുക. ഇത്തവണ 30 ഷഷ്ടി, അതുകൊണ്ട് തന്നെ 29 നിങ്ങൾ വ്രതത്തിന് വേണ്ടി തയ്യാറെടുക്കണം. ഒരിക്കൽ ഉണ്ണണം, ഒരിക്കൽ ഉണ്ടിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് വ്രതം, അതായത് ഷഷ്ടിവ്രതം ഓരോരുത്തരും ഓരോ രീതിയിലാണ് എടുക്കുന്നത്. ചിലർ ഉപവസിക്കും, പൂർണ്ണമായ ഉപവാസമാണ് ചിലർ എടുക്കുന്നത്. ചിലർ ജലം മാത്രം കുടിച്ചിരിക്കും, ചിലർ പാലും പഴങ്ങളും മാത്രം കഴിച്ചിരിക്കും, ചിലർ ഒരു നേരം ക്ഷേത്രത്തിൽ നിന്നും മേടിക്കുന്ന ചോറ്, അതല്ലെങ്കിൽ വീട്ടിൽ പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി വറ്റിച്ചിട്ട് അത് മുളകോ അല്ലെങ്കിൽ ഉള്ളി ചേർക്കാത്ത എന്തെങ്കിലും ചമ്മന്തിയോ ഒക്കെ കൂട്ടി കഴിക്കും. വാളംപുളി ഉപയോഗിക്കില്ല, അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി അതൊന്നും ഉപയോഗിക്കില്ല, ഉഴുന്ന് അത് ഉപയോഗിക്കില്ല, അതുകൊണ്ട് പപ്പടം ഉപയോഗിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. ചിലർ ഒരു നേരം മാത്രമായിരിക്കും ഈ അരിഭക്ഷണം കഴിക്കുന്നത്, അത് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും കഴിക്കുന്നത്, ചിലർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും കഴിക്കുന്നത്, ചിലർ 3 നേരവും കഴിക്കും. അപ്പോൾ രാവിലെ അവർ പഴവർഗ്ഗങ്ങളോ അതല്ലെങ്കിൽ റാഗി അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറ് അത് ഉച്ചയ്ക്ക് കഴിക്കാറുണ്ട് ചിലർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ രാവിലെ ആഹാരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ണും, അതുപോലെ സന്ധ്യയ്ക്ക് മുമ്പ് പഴവർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നിർത്താറുണ്ട്. ചിലർ ഒരു നേരം മാത്രം കഴിക്കും, അത് ചോറായിരിക്കും കഴിക്കുന്നത്. അവർ ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും, അതല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും. ചിലർ 3 നേരവും പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിരിക്കും, ചിലർ ഉപവസിക്കും, ചിലർ ജലം മാത്രം കുടിച്ചിരിക്കും. അപ്പോൾ എങ്ങനെയാണോ
നിങ്ങൾക്ക് സാധിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. വാളംപുളി ഉപയോഗിക്കാറില്ല, അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി അത് ഉപയോഗിക്കാറില്ല, ഉഴുന്ന് അത് ഉപയോഗിക്കാറില്ല. ഏത്തപ്പഴം അതാണ് ഒരു തർക്ക വിഷയമായിട്ടുള്ളത്. ചിലർ പറയും ഏത്തപ്പഴം കഴിച്ചുകൂടാ എന്ന് പറയും. കാരണം ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അത് വയറ് നന്നായിട്ട് നിറയ്ക്കും, ഒരു ഫുൾ മീലാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കൊഴുപ്പ് കൂടിയ പഴവർഗ്ഗമാണ് ഏത്തപ്പഴം എന്നും ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഏത്തപ്പഴത്തിന് പകരം നിങ്ങൾ ചെറുപഴങ്ങൾ എന്തെങ്കിലും കഴിച്ചു കൊള്ളുക. ഇനി കുഞ്ഞുങ്ങൾ ഉള്ള ആളുകൾ, അതായത് പാല് കൊടുക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, പാല് കൊടുക്കുന്ന ആളുകൾ, ഗർഭിണികൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒരു ഏത്തപ്പഴം പുഴുങ്ങി കഴിച്ചു എന്ന് കരുതി യാതൊരു ദോഷവും വരാനില്ല. അതുകൊണ്ട് നിങ്ങളുടെ വ്രതത്തിന് യാതൊരു ദോഷവും ഉണ്ടാകത്തില്ല. കാരണം ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആഹാരത്തിലല്ല, പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് നാമജപത്തിനാണ്. ഇനി നിങ്ങൾ പട്ടിണി കിടന്നു എന്ന് കരുതുക, നാമജപം വൃത്തിയായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രയോജനമുള്ളത്? ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നാമജപം അത് കൂടുതലായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശുദ്ധിയോടും വൃത്തിയോടും കൂടി നല്ല മനസ്സോടുകൂടി സർവേശ്വരനെ പ്രാർത്ഥിക്കുക, അതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ആലോചിക്കാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അന്നേ ദിവസം ഭഗവാന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത്, അതുപോലെ മഞ്ഞപ്പട്ട് ഭഗവാന് സമർപ്പിക്കുന്നത്, അതുപോലെ അഭിഷേകം ഭഗവാന് ചെയ്യിപ്പിക്കുന്നത്, അതിൽ തന്നെ പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നതൊക്കെ തന്നെ വളരെ വളരെ ഉത്തമമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. ഷഷ്ടിവ്രതത്തിൻ്റെ പിറ്റേ ദിവസം കുളിച്ച് നാമം ജപിച്ച് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്, ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും ഭഗവാനെ വിശ്വസിച്ച് നിങ്ങൾ വ്രതം എടുത്തുകൊള്ളുക. എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും എന്ന ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവുക. അതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മളൊരു വിശ്വസിക്കണം ഭഗവാനെ, ഭഗവാൻ ഉണ്ട് നമ്മുടെ കൂടെ, എല്ലാ പ്രശ്നങ്ങൾക്കും ഭഗവാൻ ഒരു പരിഹാരം കണ്ടെത്തി തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ വ്രതം എടുക്കാത്ത ആളുകളാണെങ്കിൽ പോലും അന്നേ ദിവസം ഓം ഷൺമുഖായ നമ എന്ന് ഒരു 108 തവണയോ 1008 തവണയോ ജപിച്ചുകൊണ്ടേയിരിക്കുക. അത് വളരെ വളരെ ഉത്തമമാണ്. നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.